എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെറുപയർ കറിയാണ് വയ്ക്കുന്നത്. ചെറുപയർ വറുത്ത് കഴുകി അടുപ്പിൽ വെച്ചെണ്ണു, പാകത്തിന് വെള്ളം ഒഴിച്ചു, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ തക്കാളി ഒന്ന്, ചെറിയ ഉള്ളി ഒന്ന്, വലിയ ഉള്ളിയാണ്, പിന്നെ പച്ചമുളക് 3 ഇട്ട് കൊടുത്തു. ഒരു സവാള, ഒരു തക്കാളി, പച്ചമുളക് 3 അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ പാകത്തിന് വെള്ളം ഒഴിച്ച് വേഗം വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അര സ്പൂൺ, ജീരകം അര സ്പൂണ്. വെന്തു, നല്ല 2-3 വിസിൽ വിട്ടു, ഒന്ന് വെന്തു, പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താളിപ്പ് കൊടുക്കാം. ഞാൻ എങ്ങനെ ചെറുപയർ കറി വെക്കുന്നത് വെച്ചാൽ അതാണ് ഞാൻ ഇടുന്നത്. ചോറിനും കഞ്ഞിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ നമ്മുടെ ചെറുപയർ കറിയാണ്. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് വറുത്തിടാം. എന്തൊക്കെ വറുത്തിടണം നോക്കാം. തക്കാളി ഒന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കുറച്ചും കൂടി അധികം വേണ്ടവർക്ക് ഇടാം. ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ. ഒരു സവാളയും, പച്ചമുളകും, അര സ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് വറുത്ത് കൊട്ടാം. എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഓയിൽ ഏത് വേണിച്ച് ഒഴിക്കാം. എണ്ണ ഒഴിച്ച ശേഷം കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇതാണ് എൻ്റെ വറുത്തിടുള്ളത്. സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്തിട്ടുണ്ട് വെച്ചാൽ കുഞ്ഞിനുള്ളി തന്നെ വേണം, നിർബന്ധമാണ്. കുഞ്ഞിനുള്ളി, വെളുത്തുള്ളി, നമ്മുടെ കടുക്, എണ്ണ, കറിവേപ്പില, നമ്മുടെ ഉണക്കമുളക് പൊട്ടിച്ചില്ല, കടുകിട്ടു പൊട്ടുമ്പോഴേക്കും നമ്മുടെ ഉണക്കമുളക്, പിന്നെ ഉള്ളികൾ, വെളുത്തുള്ളി കുറച്ച് മൂത്ത് വന്ന ശേഷം ഞാൻ മറ്റേ കുഞ്ഞിനുള്ളി ഇടുള്ളൂ. ഇതിന് കുറച്ച് മൂപ്പ് അധികമാണ്, കുറച്ച് നേരം കിടക്കുന്ന ഇതാവണം. നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ആയി. ശേഷം നമുക്ക് കുഞ്ഞുള്ളി ഇടാം. ഒരു 5-6 കുഞ്ഞിനുള്ളി അരിഞ്ഞത്, കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി, കുറേ പേരാണ് ഉള്ളികൾക്ക്. ഇട്ട് കൊടുത്തു. നല്ല വഴറ്റണം. നല്ല വഴണ്ട് കളറൊക്കെ മാറി വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. വറവിലാണ് ടേസ്റ്റ് മുഴുവനും. കറിവേപ്പിലൊന്ന് നുറുക്കി കൊടുത്തു ഞാൻ പിച്ചിയിട്ട്. വലിയ ഇലയായിരുന്നു. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല വറുത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായ ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരോ കഴിച്ച് നോക്കണം. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവരും ഉണ്ടാക്കണതാണ്. എന്നാൽ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ചെറുപയർ കറിയാണ്. ചോറിനും കഞ്ഞിക്കും പലഹാരങ്ങൾക്കും ഒക്കെ പറ്റും. അപാര ടേസ്റ്റാണ്. രാവിലെ ഉച്ചാകുമ്പോഴും അഞ്ചാകുമ്പോഴും ഒക്കെ വറവായി. അതിൽ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറിനെ കൊട്ടിക്കൊടുത്തു തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണും. സൂപ്പർ